ഭാര്യമാരുടെ പേരിന്റെ കൂടെ ആണിന്റെ പേര് ചേർക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ ഒരു സംശയം ഭയങ്കര എന്റെ വാട്സപ്പിലൊക്കെ വലിയ യുദ്ധം നടന്നതൊക്കെ കേട്ടത് ഉണ്ടായ ഫേസ്ബുക്കിൽ എവിടെ ഞാനത് രണ്ടും ഇപ്പൊ ഉപയോഗിക്കണില്ല. പക്ഷെ അറിയാറുണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ. പിന്നെ എനിക്കൊരു ആ ഒരു ക്ലിപ്പ് കാണിച്ചു. റബ്ബേ, വലിയൊരു മണ്ടത്തിൽ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, അതിന് ചൊല്ലിയാണ് ഈ ഫിക്കറുണ്ടായിരുന്ന എനിക്ക് മനസ്സിലായത്. ഫികർത്തം വാപ്പ, അതായത് ഒരാൾ തന്റെ വാപ്പ അല്ല തന്റെ വാപ്പ എന്ന് തന്റെ പിതാവല്ലാത്തവരിലേക്ക് ചേർത്തി പറഞ്ഞാൽ എന്ന് പറഞ്ഞൊരു ഹദീസ് എടുത്തിട്ട് ഒരു താടിയൊക്കെ ഉള്ള ഒരാൾ പ്രസംഗിക്കുന്ന ദിവസം അത് അറബിയില പറയുന്നു തോന്നുന്നുണ്ട്, ഇംഗ്ലീഷിലെ ക്യാപ്ഷൻസ് എന്തോ കൊടുത്തും തോന്നുന്നു അല്ലേ. എന്താ ആരോ അത് നേരെ അവർക്ക് മനസ്സിലാക്കിയവരാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് തെറ്റിദ്ധാരണ വന്നത്. അങ്ങനെ വന്നാൽ സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല, ആൾ നരകത്തിലാന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്റെ വാപ്പ നിങ്ങളല്ല എന്ന് പറഞ്ഞാലാണ്. എന്റെ വാപ്പ ഇയാളല്ല, എന്റെ വാപ്പ വേറെ ആളാണ്. സ്വന്തം പിതൃത്വം മറ്റൊരാളിലേക്ക് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിന്റെ മണം കിട്ടൂല നാം പറഞ്ഞിരുന്നു എന്നല്ലാതെ ഭാര്യയുടെ പേരിന്റെ ഒപ്പം ഭർത്താവിന്റെ പേരൊക്കെ സ്വർഗത്ത് കിട്ടൂല, അത് ഹറാമാണെന്ന് പറഞ്ഞ് എന്തിനാ ഉണ്ടാക്കേണ്ട ഒറ്റ കാര്യമുണ്ടോ? അതല്ല അതിന്റെ അർത്ഥം. അത് നേർക്കുന്ന അർത്ഥം വെച്ചാൽ തോന്നിപ്പോകും. അതല്ല അവിടെ ഉദ്ദേശം. എന്റെ വാപ്പ, ഞാൻ അറിയപ്പെടുന്ന എന്റെ വാപ്പയല്ല, എന്റെ വാപ്പയാണെന്ന് കേൾക്കപ്പെടുന്ന ആളല്ല എന്റെ വാപ്പ എന്നൊരു മകൻ പറഞ്ഞാൽ അതാണ് ഈ കേൾക്കി പറയുന്നത്. അറബികളൊക്കെ വാപ്പിനെ കേൾക്കി പറയുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ തെറ്റാണ്. എന്നല്ലാതെ ഭാര്യയുടെ കൂടെ ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ അതിപ്പോ ഈ ഭാര്യയുടെ വാപ്പ ഭർത്താവാണെന്നാണ് അതിന്റെ അർത്ഥം. ഇല്ലല്ലോ. ഒരു നാട്ടു നടപ്പോ ഒരു ഉപയോഗത്തിലോ പ്രയോഗത്തിലോ ഇതിന് അർത്ഥമില്ലേ? അതനുസരിച്ച് വീക്ഷിക്കേണ്ടതുള്ളൂ. അതിനൊന്നും വലിയ കാണുന്നതൊക്കെ ഹറാമാക്കണമെന്നുണ്ടോ? അപ്പോ അതിനെ സംബന്ധിച്ച് ഒച്ചപ്പാട് ഉണ്ടാക്കരുത്. അതിനെപ്പറ്റി അല്ല ഹദീസ് ചർച്ച ചെയ്യുന്ന, അതല്ല വിഷയം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ ഇസ്മായിൽ നബി ഒരിക്കലും പറഞ്ഞില്ല എന്റെ വാപ്പ നിങ്ങളല്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ വലിയ കുറ്റാണ്. അങ്ങനത്തെ പ്രയോഗങ്ങളാണ് ഹദീസിൽ കാണാൻ പറ്റുന്നത്. വാപ്പ ഇല്ലാത്തില്ലെങ്കിൽ ചേർത്തി പറയരുത്. ചേർത്തി പറയുന്ന പറഞ്ഞാലും അത് ഹദീസിന്റെ ആ ടെർമിനോളജി മനസ്സിലാക്കണം. അതിന്റെ വാക്കർത്ഥം എടുക്കരുത്.